നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തിനും ഏതിനും നമ്മളിപ്പോൾ എടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ്. മുട്ട പൊരിക്കാനും തോരൻ വയ്ക്കാനും മീൻ ഫ്രൈ ചെയ്യാനും നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് അധികം ആളുകളും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. പാൻ കേടായി തുടങ്ങിയാൽ പിന്നെ ഇതിൻ്റെ ഉപയോഗം ശ്രദ്ധിച്ചു വേണം. നോൺ സ്റ്റിക്ക് പാനുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ് എന്നതാണ്. അടുത്തടുത്തായി വെവ്വേറെ ഭക്ഷണങ്ങൾ പാകം ചെയ്യേണ്ടി വരുമ്പോൾ കഴുകേണ്ട ആവശ്യം തന്നെയില്ല. ഒരു സ്പോഞ്ചോ തുണിയോ ഉപയോഗിച്ച് തുടച്ചു കളഞ്ഞാൽ മാത്രം മതി. പരസ്യത്തിൽ പറയുന്നത് പോലെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് അടുത്ത നേട്ടം. കലോറി ഉപഭോഗം കുറയ്ക്കാനും ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരാനും ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു ഓപ്ഷനാണ് ഇത് എന്നതിൽ സംശയമില്ല. ചെമ്പ്, സ്റ്റെയിൻലെസ് സ്റ്റീല്, കാർബൺ സ്റ്റീൽ, കാസ്റ്റ് അയൺ തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ പരമ്പരാഗത അടുക്കള പാത്രങ്ങളെക്കാൾ ആയുസ് കുറവാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്ക്. ഒട്ടുമിക്ക നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ടെഫ്ലോൺ എന്ന രാസവസ്തു കൊണ്ട് പൊതിഞ്ഞതാണ്. ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന പെർഫൂലോകറ്റനോയിക് ആസിഡ് എന്ന രാസവസ്തുവും ഇതിലടങ്ങിയിട്ടുണ്ട്. ചില ബ്രാൻഡുകൾ അവരുടെ നോൺ സ്റ്റിക്ക് പാനുകളിൽ സെറാമിക് കോട്ടിങ്ങും ഉപയോഗിക്കുന്നു. പതിവായി ഉപയോഗിക്കുമ്പോൾ ഈ കോട്ടിങ്ങുകൾ ഇളകിപ്പോകും. അതിനുശേഷം വീണ്ടും ഉപയോഗിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. അമിതമായ ചൂടിൽ ഉപയോഗിക്കാൻ പറ്റുന്നവയല്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. കുറേ നേരം അടുപ്പത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ കോട്ടിങ് ഇളകിപ്പോകാം. അല്ലെങ്കിൽ കഴുകുമ്പോഴും കാലപ്പഴക്കം കൊണ്ടുമെല്ലാം പാത്രങ്ങളിൽ പോറലുകൾ വരാം. ഇങ്ങനെയുള്ള പോറലുകൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പാത്രം ഉപയോഗിക്കുന്നത് നിർത്തണം. ചിലപ്പോൾ പാത്രങ്ങളിൽ പോറലുകൾ കണ്ടെന്ന് വരില്ല. എന്നിരുന്നാലും ഓരോ 5 വർഷത്തിലും നോൺ സ്റ്റിക്ക് പാനുകൾ മാറ്റണം. സമീപകാലത്തിറങ്ങിയ നോൺ സ്റ്റിക്ക് പാനുകൾ മിക്കവയും ദോഷകരമായ PFOA ഇല്ലാതെ നിർമ്മിച്ചതാണ്. 2015 മുമ്പ് നിർമ്മിച്ച കുക്കറുകളിൽ PFOA അടങ്ങിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇക്കാര്യവും ശ്രദ്ധിക്കുക. കൂടാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിയിലോ നിറത്തിലോ പെട്ടെന്ന് മാറ്റം വന്നാൽ പിന്നീട് അത് ഉപയോഗിക്കരുത്. കൂടാതെ ദോശയും ചപ്പാത്തിയും മറ്റും ഉണ്ടാക്കുമ്പോൾ അവ പാത്രത്തിൽ പറ്റിപ്പിടിക്കുകയാണെങ്കിൽ ഇതും നോൺ സ്റ്റിക്ക് മാറ്റാൻ സമയമായി എന്നതിൻ്റെ സൂചനയാണ്.